Hi guys, welcome back to yet another video. ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 7 months ആയിട്ടുണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ട്. കുറച്ച് തിരക്കായിരുന്നു, പിന്നെ കുറച്ച് ലൈഫ് സിറ്റുവേഷൻസ് അങ്ങനെയൊക്കെ കാരണമാണ് പിന്നെ വ്ളോഗിങ്ങിലേക്ക് വരാഞ്ഞത്. ഞാനൊരു 34 വീഡിയോസ് മേലെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് ഇട്ടത് തഞ്ചാവൂർ ട്രിപ്പിൻ്റെ ആയിരുന്നു. അതൊരു 7 മാസമായിട്ട്. ഓക്കെ, ഇപ്പോൾ കറൻ്റ്ലി കൈയൊടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കല്ല, കോഴ്സ് ചെയ്യുന്നുണ്ട് കാരണം. അപ്പോൾ അതിൻ്റെ കൂടെ വൈ നോട്ട് വ്ളോഗിങ് വീണ്ടും ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ബാക്ക് വിത്ത് അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നെന്താ വെച്ചാൽ നമ്മൾ തൃശ്ശൂർ പോവാണ്. എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഒരു ഹാർലി ഡേവിഡ്സൺ സ്ട്രീറ്റ് 750 എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിന് കുറച്ച് 2 പാർട്സ് മേടിക്കാനായിട്ട് പോവുക. അത് ബാർ മിറേഴ്സ് പറഞ്ഞു, പിന്നെന്തോ വേറെ സംഭവം കൂടെ ഉണ്ട്. പുള്ളിക്കാരന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം. കൈൻ്റെ സിറ്റുവേഷൻ ഗൈസ് അളത്തട്ടെ, വെയിറ്റ് ചെയ്യാം. അങ്ങനെ ആര് വന്നിട്ടുണ്ട്. ദിസ് ഈസ് ദി പോളോ പറഞ്ഞ ഹലോ പിന്നെന്താ പരിപാടി? നിങ്ങളല്ലേ പരിപാടി ഉണ്ട് പറഞ്ഞ് വിളിച്ചേ. ഒരു മിനിറ്റ് പിടിച്ചേ, പാത്രം എടുക്കട്ടെ. ശബ്ദം കുറുക്കി ആൽവിന്റെ ബൈക്ക് അന്ന് തന്നത് എനിക്ക്. അധികം യൂസ് ചെയ്യുന്നത്, പക്ഷെ എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഈ കുറച്ചിങ്ങനെ ഡിസ്റ്റൻസിൽ വെക്കണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പതർച്ച ശബ്ദങ്ങൾ. നമ്മൾ എവിടേക്ക് പോകണം ആദ്യം? ബൈക്ക് കാണിക്കാൻ പറ്റുമോ? ടൈം ഉണ്ടോ നോക്കാം നമുക്ക്. ഓക്കെ, അതെ. അങ്ങനെ നമ്മൾ ഇവിടെ എന്ത് കട? ബജാജിന്റെ സ്പെയർ കടയിൽ വന്നാണ്. അപ്പൊ ഇതാണ് സംഭവം, മാസ്റ്റർ സിലിണ്ടർ ഹാർലിയുടെ. അപ്പോൾ ഇത് എക്സാമ്പിൾ ആയിട്ട് കാണിക്കാൻ കൊണ്ടൊന്നല്ല. എന്തായാലും പോയിട്ട് വാ. ഞാൻ കാറിലിരിക്കാന്നല്ലേ. എന്തായാലും ആള് കിട്ടുമോ നോക്കിട്ട് വരട്ടെ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കിട്ടി. ഏകദേശം സെയിം ആണെന്ന് നോക്കട്ടെ. ഇതെങ്ങനെ റേറ്റ് ഒക്കെ വരിക? ഏകദേശം സെയിം എല്ലാവരും. സെൻസർ അടക്കം മറ്റേ ബ്രേക്ക് പിടിക്കുന്നുള്ള ലൈറ്റ് എത്താൻ വേണ്ടിയിട്ടുള്ള. ഇത് ലൂസാണോ? അതാണോ പ്രശ്നം? അതിന്റെ ബ്രേക്ക് കിട്ടില്ല, പ്ലേ ഉണ്ട് നല്ലോണം. കുറച്ച് ടൈം എടുക്കണമെന്നല്ലേ? ഇതിപ്പോ ഇത്ര പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് കിട്ടണം. ഇത് ഇത്ര പിടിച്ചാലും ബ്രേക്ക് കിട്ടില്ല, ഫുൾ അമർത്തിയാലും ബ്രേക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇത് മാറ്റി നോക്കണം. മാറ്റി നോക്കിട്ട് എന്താ അവസ്ഥ നമുക്ക് നോക്കാം. സെറ്റാക്കാം. നമ്മളെന്തായാലും ആ വണ്ടിയിലൊരു കുറച്ച് വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. എല്ലാം നടക്കണം. ആദ്യം ഈ കൈ ഒന്ന് ശരിയാവും. സെറ്റാവും. ഓക്കെ, നമുക്കിനി അടുത്ത ഷോപ്പിലേക്ക് പോകാം. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മുടെ കൂടെ ഒരാൾ കയറും. ശരത്ത് എന്നാണ് പേര്. ഞാൻ നിഗാന്ന് വിളിക്കുക. സ്മോക്കി നിഗ. ആള് വലിയ പുള്ളിയാട്ടോ. വെച്ചാൽ ACCയിൽ 10 പേപ്പറൊക്കെ ക്ലിയർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ വരുമ്പോൾ കുറച്ച് ഞാൻ റെസ്പെക്ട് കൊടുക്കും. എന്തായാലും ലെറ്റ്സ് നീക്കനെ കൂടി കയറ്റാൻ വേണ്ടി നമ്മളങ്ങനെ നീക്കയുടെ വീട്ടിലെത്തില്ല. അതാണ് നീക്കയുടെ വീട്. ഗൈസ്, ദിസ് ഈസ് നിഗ. Guys, meet Niga. How's your hand, bro? All fine. All fine. നിന്റെ കഥകൾ പറഞ്ഞു വരിയിരുന്നു ഞങ്ങള്. നീ തള്ളി നീ സീയൊക്കെ ജയിച്ചു.
CA നീ തേങ്ങ ഫുള്ള് പാസ് അല്ല ഫൗണ്ടേഷൻ കഴിഞ്ഞതാ CA ഫൗണ്ടേഷൻ ഫൗണ്ടേഷനിൽ കഴിഞ്ഞിട്ടില്ല ബാക്കിയോ ബാക്കി കഴിഞ്ഞിട്ടില്ല എന്റെ പിന്നെ ഞാൻ നേരെ SSC ചാടി ഫുള്ള് ഞാൻ നീ ഭയങ്കര പഠിപ്പാണ് ഇപ്പൊ. നിന്നെ നോക്കി പറയലായിരുന്നു പഠിപ്പല്ല എനിക്ക് വർക്കാണ് ഞാൻ പാർട്ട് ടൈം ചെയ്യുന്നുണ്ടല്ലോ അതിന്റെ വർക്ക് ഇപ്പൊ കുറച്ച് ബ്രേക്കാ അതുകൊണ്ട് 2 മണിക്കൂർ ബ്രേക്ക് പക്ഷെ 10 പേപ്പറൊക്കെ ക്ലിയർ ആയി എനിക്ക് നമ്മൾ തൊഴണം. ഹാർഡ് വർക്ക് പേസ് ഓഫ് വേഗായിക്കോട്ടെ ആ കൈ വെച്ച് അതെ 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 ഇങ്ങനെ തൊഴുന്ന് ഹാർഡ് വർക്ക് പേസ് ഓഫ്. അതെ ഞാനിപ്പോ നികേനെ ഫോളോ ചെയ്യുന്നത് പഠിക്കാനായി. മോട്ടിവേഷൻ നമ്മള് വിളിച്ചു കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂറൊക്കെ സംസാരിക്കും. സംസാരിക്കുന്നു നിക പറയും ക്വിറ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റാ പാടില്ല ഞാനാ അതെ ക്വിറ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് പാടില്ല ഇത് ആ ഒരു റേസിന്റെ ഭാഗമാണ് എന്ന് പറയുന്നത്. എന്റെ ഒരു നമ്മളൊക്കെ എത്ര തോൽവിക്കാൻ 10 പേപ്പർ ഇട്ടാൻ 20 വർഷം തോൽക്കണം ഇവന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഞാനിപ്പോഴും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ Motivation രാവിലെ എണീക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും അതെ, കേൾക്കും. കേട്ടിട്ടാണ് അതെ. കാര്യങ്ങൾ 3 പേരുണ്ടോ അതെ നിക തൊപ്പിയുടെ ഒക്കെ വലിയ കെടിയാട്ടോ. പണ്ട് ഭാര്യയായിട്ടൊരു കണക്ഷൻ ഇല്ലെന്ന് എല്ലാരും ഫേമസ് ആകുമ്പോ പല ആൾക്കാരൊക്കെ മറക്കൂലേ അത് അതെ 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 നോക്കറോ ഇത് GT-യുടെ ഇന്റർസെപ്റ്റർ ബാക്ക് ലൈറ്റ്. ഈ നടുക്ക് ഭാഗം ഏതോ ഒരു വണ്ടി ഇതാരാന്നറിയോ? അല്ലടാ ഇത് മറ്റേ വണ്ടി ബാറ്ററി ഇറങ്ങി കഴിഞ്ഞാൽ വിളിച്ചതിന് ഇങ്ങനെ വരും ഈ ബൈക്കുമ്പോ. ഒരു ക്രോമും അതെന്റെ ഫ്രണ്ട് ഫ്രണ്ടിന്റെ കയ്യിലുണ്ട്. ക്രോം എഡീഷൻ ഇറങ്ങിയതല്ലേ ഇന്റർസെപ്റ്ററിന്റെ. ഫുള്ള് ക്രോമല്ല ക്രോം പ്ലസ് റെഡ്. മനസ്സിലായി. പുള്ളി ആദ്യം നമ്മുടെ ആളുടെ വണ്ടി കണ്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ബൈക്ക് എൻഫീൽഡ് ഉണ്ടെന്ന് അറിയണത്. ആളത് കൊണ്ടുവന്നിട്ട് ഗോവൻ അത് കുറച്ച് യൂണിറ്റ് ഇറക്കിയിട്ടുള്ളൂ. കേട്ടാ ഹാർലിക്ക് ഇവിടുന്ന് പാർട്സ് കിട്ടാന്ന് പറയുന്നത് ഫോട്ടോ ബൈക്കുണ്ട്. ഇതാണ് സംഭവം. ആക്ച്വലി എൻ്റെ കയ്യിൽ ഒരു 650 ഉണ്ടായിരുന്നു GT. കണ്ടോ വീഡിയോസ് ഞാൻ ഈ എടുത്താണ് ചെയ്തില്ല. ഹോപ്പ് ഇനി ഫ്യൂച്ചറിൽ ഏതെങ്കിലും എടുക്കാൻ പറ്റുന്ന വിചാരിക്കും. ഇത് പൊട്ടിയതല്ലേ? അത് ഡിസൈനാന്ന് വിചാരിച്ചേ. നെക്സ്റ്റ് പ്ലേസ് നിക ടോയ് മേടിക്കും. എനിക്ക് ഞാൻ വേറെ ടൈപ്പ് അടിച്ചു ആളുണ്ടല്ലേ. അത് കാണും സെക്കൻഡ് വൺ GT-ക്ക് വെച്ചോ. മൈലേജ് ഇതിന്റെ പേര് കല്യാണ്ടേന്ന് കൊണ്ടിട്ടോ അല്ലേ? എന്തിട്ട് പറയണ റോൾസ് റോയ്സ് അത് നീ ഇവിടെ കിടന്ന തന്നെ 5-6 ലിറ്റർ പോകും. 2 കിലോമീറ്റർ അങ്ങനെയാണ്. പക്ഷേ V10 എഞ്ചിനല്ലേ വരുന്നുള്ളൂ. ഇത് കണ്ടാലും ഇലക്ട്രിക് പോലെ തോന്നുന്നില്ലടാ. നമ്പർ പ്ലേറ്റ് സാധനം ഭയങ്കര സീന. റേഞ്ച് ഒക്കെ കുറവാ. പക്ഷെ വണ്ടി കാണിച്ചു കൊടുത്തിട്ട് പോയാൽ മതി. അതാ തമിഴ്നാട് വണ്ടിയത് നിക വൺ ഡേ ഇലക്ട്രിക് എടുക്കില്ല.
വണ്ടിയുടെ 007 നമ്പർ Red Bandidos. Becky. ആ സാധനം കൊള്ളാട്ടാ. മറ്റേ ബ്ലാക്ക് ഇല്ലേ കോളേജിൽ ഉണ്ടായിരുന്നു ഈ സാധനം വെച്ചിട്ട് ആക്റ്റീവ് പഠിച്ചു വരിക. സീരിയസ് ആയിട്ട് ഈ സാധനമില്ലേ, ഈ സംഭവമില്ലേ, ഈ സംഭവത്തിൽ ഈ ഡിസൈൻ വരും, ഈ ഡിസൈൻ ഉള്ളത് അതുണ്ടായിരുന്നു ഇവിടെ. ഞാൻ നോക്കിയപ്പോ അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചൊക്കെ ഇന്ത്യ അവിടെ നിന്ന് കിട്ടി. കിട്ടാൻ നമ്മളെ ഇറങ്ങുമ്പോഴേ ഇവിടെ അടുത്ത് വേറെ ഉണ്ടോ നോക്കടാ. നമ്മൾ ബാറിന്റെ പേര് തപ്പി അതെ, നമുക്കൊരു ബൈക്ക് റിവ്യൂ ആയിനിക്ക. കമോൺ. നമ്മുടെ ബൈക്ക് 400. എത്ര ഷോറൂം വരുന്നോ സ്റ്റാർട്ട് ചെയ്തറാ. കൊള്ളാല്ലേ, ഡിസൈൻ അടിപൊളി ഉണ്ടല്ലേ. ഇത് മറ്റേ ആ മോട്ടോറോക്സ് തീ പോലെ രസമുണ്ട്. ബൈക്കൊക്കെ സീനില്ല, പക്ഷെ സർവീസ് തപ്പി വീണ്ടും കാറിലേക്ക്. ലാസ്റ്റ് ഓപ്ഷൻ ആക്കിട്ട് വെക്കാല്ലേ, ലാസ്റ്റ് ഓപ്ഷൻ ആക്കിട്ട് വെക്കാല്ലേ. പറഞ്ഞേ ഇത് മറ്റേ സ്പീഡും ഇരിക്കുന്നു. ഞാനവിടെ സൈക്കിൾ വിട്ടിട്ട് പോണേ. നമ്മൾ തപ്പി നമുക്കൊന്നും കിട്ടിയില്ല. കൊള്ളാം. എത്ര മുരിവില്ല. സൈക്കിൾ വിട്ടി പോകണ്ട. രാത്രി പോയ സിനിമ ഏത് സിനിമ കാണണ്ടേ, ഏത് സിനിമ കാണണ്ടേ പറയും. പല സിനിമകളെ കാണണ സഞ്ജു ഒരു ദിവസം രാത്രി വന്നിട്ട് എപ്പോ കണ്ടിട്ട് പോയി. നിന്റെ വീട്ടിലാ ഇടയ്ക്ക് വരും. അടിപൊളിയല്ലേ. ഞാൻ കുറച്ച് ആൾക്കാരായിട്ട് വരാം. ഓക്കെ ഗായ്സ്, അങ്ങനെ പരിപാടീസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വി ആർ ബാക്ക് ഹോം. ഉദ്ദേശമല്ലാതെ കിട്ടിയൊന്നുമില്ല. നമ്മൾ എന്തായാലും കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇനി അടുത്ത വീഡിയോസിൽ. എന്തായാലും അരിഞ്ഞാൻ്റെ പുതിയൊരു ബൈക്ക് കൂടെ വരുന്നുണ്ട്, R3 യമഹയുടെ. അപ്പോൾ അത് അതിൻ്റെ ഒരു ബിൽഡും പിന്നെ നമ്മുടെ എന്താ ഹാർലി ഡേവിഡ്സൻ്റെ കുറച്ച് വീഡിയോസും പിന്നെ നമ്മുടെ കുറച്ച് പരിപാടീസിൻ്റെയും വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. We are continue with this. Okay, see you next video. See you guys.